സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ വണ്ടിയിലാണ്. എൻ്റെ ലൈവിന് എഫക്റ്റ് കണ്ടു തുടങ്ങി. നമ്മുടെ കൂട്ടാളികളെല്ലാം ചെതറി തുടങ്ങി. നമ്മുടെ യുവകോമളന്റെ ലീലാവിലാസങ്ങൾ, യുവകോമളനായ സഹോദരന്റെ ലീലാവിലാസങ്ങൾ. ഇപ്പോ അവനെ പറ്റി പറയാമെന്നുണ്ടെങ്കിൽ അവനിപ്പോ നിങ്ങൾക്ക് പരിശോധിക്കാം. ആ വൃത്തികെട്ടവൻ, നീചൻ, നിങ്ങളുടെയൊക്കെ പുണ്യാളൻ ഇപ്പോ അമ്പലമുക്കിലെ ഒരു സ്ത്രീയുടെ വീട്ടിൽ ഉണ്ട്. ആ സ്ത്രീയുടെ വീട്ടിൽ എന്താണ് അവന്റെ ജോലി എന്ന് എനിക്കറിയില്ല. അവന്റെ ബന്ധുവല്ല സ്ത്രീ, അവന്റെ ആരുമല്ല സ്ത്രീ. പക്ഷെ ആ സ്ത്രീയുടെ വീട്ടില് അവൻ വണ്ടി സഹിതം അവൻ അവിടെ ഉണ്ട്. ഇപ്പൊ കൈയോടെ ചെന്നാൽ പിടിക്കാം. ഇപ്പൊ കൈയോടെ ചെന്നാല് അവന്റെ ലീലാവിലാസങ്ങൾ അവിടെ വെച്ച് പിടിക്കാം. അതായത് നിങ്ങളുടെ യുവകോമളൻ, നിങ്ങളുടെ എല്ലാമായ നൈർമല്യനായ പുണ്യാളൻ ജോയ്ക്ക് പാരാത്രി എന്തോ ഒരു സ്ത്രീയുടെ വീട്ടിൽ കാര്യം. വിശുദ്ധ കന്യമറിയാമൊന്നും അല്ലല്ലോ. വിശുദ്ധ കന്യമറിയാമിന്റെ വീട്ടിൽ എന്തോ കാര്യമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ സ്ത്രീയുടെ വീട്ടില് ഈ ജോ എന്ന് വിളിക്കുന്ന വ്യക്തി അവിടെ പ്രസന്റ് ആയിട്ടുണ്ട്. വളരെ നല്ല കാര്യം. ആ ക്യാമറ ഒന്ന് മാറ്റാമോ? എവിടാന്നൊന്ന് കണ്ടോട്ടെ. എവിടാന്നൊന്ന് കണ്ടോട്ടെ. എവിടാ കാണാൻ പറ്റുന്നുണ്ടോ? ഉണ്ട്. അതെ കണ്ടോളൂ. എനിക്ക് വ്യക്തമായിട്ട്, എനിക്ക് കൂടുതലായിട്ട് കാണിക്കാൻ പറ്റുന്നില്ല. കാരണം നമ്മൾ വേറൊരാളുടെ വീട്ടിൽ അതിക്രമിച്ച് കയറാൻ പറ്റത്തില്ല. പക്ഷെ നിങ്ങൾക്ക് പരിശോധിക്കാം. സ്ഥലം അമ്പലമുക്കാണ്. അമ്പലമുക്കിൽ ഒരു വീട്ടില് പാരാത്രിക്ക് എവനൊക്കെ എന്തോ കാര്യം എന്നുള്ളത് നിങ്ങൾ തിരക്കുക. എവന്റെയൊക്കെ സദാചാര ബോധം എത്രത്തോളം ആണെന്നുള്ളത് നിങ്ങൾ തിരക്കുക. എവനൊക്കെയാണ് മാന്യന്മാർ, എവരൊക്കെയാണ് കമ്മിറ്റിയിൽ ഇരിക്കുന്നവന്മാര്, എവനൊക്കെയാണ് അവിടെ സദാചാര ബോധം ഒലത്താൻ നടക്കുന്നവന്മാര്. അപ്പം ഒരു കാര്യം മനസ്സിലാക്കണം. എന്താ അവിടെ കമ്മിറ്റി കൂടുവന്നോ അതോ പൊതുയോഗം കൂടുവന്നോ? ഇനിയിപ്പോ അങ്ങനെ പറയാം. പാരാത്രിക്ക് പൊതുയോഗം കൂടുന്നു 8 മണിക്ക്. അവന്റെ ബന്ധുവിന്റെ വീടല്ല, അവന്റെ സഹോദരിയുടെ വീടല്ല, അവന്റെ കുഞ്ഞമ്മയുടെ വീടല്ല. ഒന്ന് ആലോചിച്ചോണം. ഇതൊക്കെ തുറന്നു കാട്ടേണ്ടി വന്നത് എന്റെ നിസ്സഹായാവസ്ഥ കാരണമാണ്. കാര്യം ഞാൻ അത്രമാത്രം സഹിക്കുകയും ത്യജിക്കുകയും ചെയ്തിട്ടാണ്. ഈ പറയുന്ന ഈ നോമ്പിന്റെ സാഹചര്യത്തില് ക്യാമറ തിരിച്ചേ, ഈ പറയുന്ന നോമ്പിന്റെ സാഹചര്യത്തില് എവന്റെയൊക്കെ വൃത്തികേടുകളും അഹമ്മദികളും പുറത്തു കൊണ്ടുവരണം. കാര്യം എവനൊക്കെ കുറെ നാളായി എന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുക. ആ വേട്ടയാടല് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ആവശ്യകതയാണ്. കാരണം മനസ്സിലാക്കണം, ജനം മനസ്സിലാക്കണം, ആയൂർ നിവാസികൾ മനസ്സിലാക്കണം. എവന്റെയൊക്കെ കുന്നരതായ്മകൾ, എവന്റെയൊക്കെ തോന്നിവാസങ്ങൾ, എവന്റെയൊക്കെ അനാവശ്യങ്ങൾ, എവനൊക്കെ എന്താ കാണിക്കുന്നേ? എന്നെ തല്ലിയ ആൽബിനെ ജോയ്, നിങ്ങൾ ശ്രദ്ധിക്കണം. എന്നെ തല്ലിയ ആൽബിനെ ജോയ് അതേ ജോയുടെ കൂടെ ഉണ്ട്. ഇല്ലേ? അവനല്ലേ ആവാദിക്കുന്നേ? ആൽബിനെ ജോയ് അതേ ജോയുടെ കൂടെ ഉണ്ട്. എവനൊക്കെ ആരാണെന്നോ എവന്റെയൊക്കെ വിചാരം? എടാ നല്ല വെളിച്ചത്തിൽ വാടാ. നീയൊക്കെ പള്ളിയിൽ നിന്ന് വേലയിറക്കുകയും പള്ളിയിൽ നിന്ന് തോന്നിവാസങ്ങൾ കാണിക്കുകയും ചെയ്യുന്നു. നീയൊക്കെ പാരാത്രിയുടെ മറവിൽ കാണിക്കുന്ന അഹമ്മദികളും അഹങ്കാരങ്ങളും തോന്നിവാസങ്ങളും. ഞാനിപ്പോ അമ്പലമുക്ക് കുരിശടി പോയിട്ടാണ് വരുന്നത്. അവിടെയും സ്റ്റാർ അഴിച്ചിട്ടില്ല. അവിടെ കെട്ടിത്തൂങ്ങി ഞാൻ കിടക്കുന്നു. കർത്താവിനെ അവനൊക്കെ വിറ്റ് തൊലച്ചുകൊണ്ടിരിക്കുകയാണ്. ആയൂര് ദൈവം തമ്പുരാനെ വിറ്റ് തൊലച്ചുകൊണ്ടിരിക്കുക. നാണം കെടണം, സഭ നാണം കെടണം. സഭയിലെ ഓരോ വ്യക്തികളും ഈ ലൈവ് അവിടെ എത്തിക്കാൻ നിങ്ങൾ ഓരോരുത്തരും പരിശ്രമിക്കണം. ഇവിടുത്തെ ഇവന്മാരുടെ ഭരണസമിതിയുടെ അഹമ്മദികളും അഹങ്കാരങ്ങളും വ്യഭിചാര കഥകളും നിങ്ങൾ പുറത്തു കൊണ്ടുവരണം. യവന്മാരുടെ അനാവശ്യങ്ങൾ പുറത്തു കൊണ്ടുവരണം. യവന്മാരുടെ തോന്നിവാസങ്ങൾ പുറത്തു കൊണ്ടുവരണം. യവന്മാരുടെ ദുരാചാരങ്ങൾ പുറത്തു കൊണ്ടുവരണം. യവന്മാര് മറ്റുള്ളവരെ ദ്രോഹിക്കുന്നതും ആ പള്ളി വിട്ട് പലരും അവിടുന്ന് പോകേണ്ടി വന്നതുമായ സാഹചര്യങ്ങളെ നിങ്ങൾ വിലയിരുത്തണം. നിങ്ങൾ ഓരോരുത്തരും വിലയിരുത്തണം. എന്തുകൊണ്ടാണ് ഇതിനു മുമ്പും പ്രധാനപ്പെട്ട കുടുംബങ്ങൾ അവിടുന്ന് രായ്ക്ക് രാമാനം പോയത്? ഞാൻ ആ കുടുംബങ്ങളെ ആക്ഷേപിക്കാൻ ആളല്ല, അതുകൊണ്ട് ഞാൻ ആ കുടുംബങ്ങളുടെ പേരുകൾ എടുത്തു പറയുന്നില്ല. എന്നാലും ഞാൻ പറയുന്നു, യവന്മാരുടെ ദ്രോഹങ്ങളും ദുഷ്ടത്തരങ്ങളും കൊണ്ടാണ് പല കുടുംബങ്ങളും അവിടെ നിന്ന് വേറെ ദേശത്തേക്കോ അല്ലെന്നുണ്ടെങ്കിൽ വേറെ ദേശത്തേക്ക് പോയവരുണ്ട്. തിരുവനന്തപുരം ദേശത്തേക്ക് കുടിയേറി പോയവരുണ്ട്. എന്റെ കുടുംബത്തിലുണ്ട്. അവരെ ഓടിച്ചവരുണ്ട്, പായിച്ചവരുണ്ട്. എവനെയൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. എവനെയൊക്കെ നിങ്ങൾ ഓരോരുത്തരായിട്ട് എവനെയൊക്കെ ഞാൻ ഇറങ്ങിയിരിക്കുകയാണ്. ഞാൻ എന്റെ ജീവൻ ത്യജിച്ചാണെങ്കിലും ഞാൻ ഇറങ്ങിയിരിക്കുകയാണ്. കാര്യം എവന്റെയൊക്കെ ദുഷ്ടത്തരങ്ങൾ ആയൂർ ദേശത്താണ്. എവനൊക്കെ യോഗം കൂടുന്നത് വെല്ലവന്റെയൊക്കെ പെമ്പർനോത്തിമാരുടെ വീടുകളിലാണ്. എവനൊക്കെ എന്താണ് അവിടെ രാത്രി കാര്യം? അവിടെ എന്താണ് കാര്യം? എവനൊക്കെ ഗ്രൂപ്പ് ചേർന്ന് മീറ്റിംഗ് അടിക്കാൻ. എവനെ കമ്മിറ്റി ഉണ്ടെങ്കിൽ കമ്മിറ്റി പള്ളിയിലാണ് നടത്തണ്ടേ, അല്ലാതെ വെല്ലോളുമാരുടെ വീട്ടിലല്ല നടത്തണ്ടേ. നാണം കെട്ടവന്മാര്. ഇത് സഭയിലെ മേലധ്യക്ഷന്മാർക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. ഈ വീഡിയോകൾ എത്തിച്ചു കൊടുക്കണം. ഇത്രയും മോശകരമായ മ്ലേച്ഛകരമായ അവന്മാരുടെ പ്രവർത്തികൾ നിങ്ങൾ നിർത്തിക്കണം.
കാരണം ഞാൻ യവന്മാരോട് അവകാശപ്പെടുന്ന ഒറ്റ കാര്യമുള്ളൂ, ദേവാലയങ്ങൾ നിങ്ങൾ ഇങ്ങനെയുള്ള അനാവശ്യങ്ങൾ കാണിക്കരുത്. കഴിവതും ദേവാലയങ്ങളിലെ ഭരണത്തിൽ ഇരിക്കുന്ന വ്യക്തികൾ ഇത്തരത്തിലുള്ള മോശം പ്രവൃത്തികളിൽ ഏർപ്പെടാതിരിക്കുക, അല്ലെങ്കിൽ അതിന് നിൽക്കരുത്, തുനിയരുത്. അത് പരമാവധി ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എന്ത് അനാവശ്യം കാണിക്കാം, നിങ്ങൾക്ക് ലോകത്ത് എവിടെ പോയി അനാവശ്യം കാണിക്കാം, നിങ്ങൾക്ക് നാട്ടിലിറങ്ങി എന്ത് തോന്നിയ ദിവസം കാണിക്കാം, നിങ്ങൾ എന്തോ ചെയ്തോ, നിങ്ങൾ എന്ത് ദുരാചാരങ്ങളും അനാചാരങ്ങളും അനാവശ്യങ്ങളും അല്ലെങ്കിൽ എന്തും ചെയ്തോ, കലാപം വേണമെങ്കിലും ചെയ്തോ, പക്ഷേ നിങ്ങൾ ദേവാലയത്തിനകത്ത് ഈ മാതിരി തോന്നിവാസങ്ങൾ കാണിക്കരുത്. ഇത് നിങ്ങൾക്ക് പറ്റിയ സ്ഥലമല്ല. ഇത് വിശുദ്ധിയുള്ള സ്ഥലമാണ്. വിശുദ്ധ ദേവാലയം, വിശുദ്ധ കുർബാന, വിശുദ്ധ വേദപുസ്തകം എന്നാണ് പറയുന്നത്. അപ്പോ അവിടെ എല്ലാം വിശുദ്ധയുണ്ടെങ്കിൽ നിന്നെ പോലുള്ള അവിശുദ്ധന്മാർ അവിടെ പ്രവേശിക്കാൻ പാടില്ല. നിന്റെയൊക്കെ മുഖത്ത് ചെരുപ്പൂരി അടിക്കാൻ വേണ്ടത്. പ്രത്യേകിച്ച് ജോ എന്ന് പറയുന്നവന്റെ മുഖത്ത് ചെളി വാരി എറിയാൻ വേണ്ടത്. കാര്യം അവൻ അത്ര ദൂഷിപ്പുള്ളവനാ. കാരണം ഇപ്പൊ നിങ്ങൾക്ക് പോയാൽ പരിശോധിക്കാം, നിങ്ങൾ ആർക്ക് വേണമെങ്കിലും ഇപ്പൊ പോയാൽ പരിശോധിക്കാം. അമ്പലമുക്കിലെ വീട്ടിൽ അവനുണ്ട്. ഒരു ഇന്നോവയോടുകൂടി ഒരു പറ്റം ആളുകൾ അവിടെ ഇരുന്ന് ചർച്ച ചെയ്യുന്നത് എന്താണ്? ആരെ തുലയ്ക്കാനുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്? എന്നെ തുലയ്ക്കാനുള്ള കാര്യം. അത് യേശുക്രിസ്തുവിനെ നേരത്തെ ക്രൂശിക്കാനുള്ള കാര്യങ്ങളോ? ദുഃഖ വെള്ളിയാഴ്ചയ്ക്ക് മുമ്പ് ഇവനൊക്കെ യേശുക്രിസ്തുവിനെ കഴിവേറ്റി കളയും. ഇവനൊക്കെ ദുഷ്ടന്മാരും വഞ്ചകന്മാരും മ്ലേച്ഛന്മാരുമാണെന്നുള്ളത് തെളിയിച്ചിരിക്കുകയാണ്. ഞാൻ കണ്ടല്ലോ, ഞാൻ അമ്പലമുക്കി, ഞാൻ യാദൃച്ഛികമായി പോയതാണ്, ഞാൻ ഇതിനായിട്ട് പോയതല്ല. ഞാൻ ഇച്ചിരി മുന്നേ ലൈവിൽ വന്നപ്പോൾ ഞാൻ ജവാഹർ ജംഗ്ഷനിലെ കുരിശടിയിലെ അവസ്ഥ പറഞ്ഞു, അവിടുത്തെ എന്തെങ്കിൽ സ്റ്റാർ കിടക്കുന്നതിന്റെ അവസ്ഥ പറഞ്ഞു. ഈ പ്രാവശ്യം തന്നെ ഈ എന്താ പറയാ എന്തെങ്കിൽ പെരുന്നാൾ കൺവീനറായിട്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ തന്നെ ഒരു എഫ്ഐആറിലെ പ്രതി കൂടിയായ ഒരുത്തനെയാണ് അതിനകത്ത് പെരുന്നാൾ കൺവീനറായിട്ട് വെച്ചിരിക്കുന്നത്. നീയൊക്കെ നടത്ത്. നാണക്കേട്, ദേശത്തിന് നാണക്കേട്. ഇവിടെ പോയി കെട്ടി ഞാന്ന് ചാവടാ. അല്ലെങ്കിൽ പത്രോസ് ചെയ്തതാ. പത്രോസ് ദൈവത്തെ ഒറ്റിക്കഴിഞ്ഞപ്പോ, യേശുക്രിസ്തുവിനെ ഒറ്റിക്കഴിഞ്ഞപ്പോ പശ്ചാത്താപം മൂലം കെട്ടി ഞാന്ന് ചത്തു. ദയവ് ചെയ്ത് നീയൊക്കെ പോയി കെട്ടി ഞാന്ന് ചാവ്. കാര്യം അത്രയ്ക്ക് നികൃഷ്ട ജീവികളാ നീയൊക്കെ നാണക്കേടാ. നീയൊക്കെ സമൂഹത്തിനും നാടിനും ശാപമാ. ഞാൻ അനേകം തവണ പറഞ്ഞു, നീയൊക്കെ ശാപമാണ്. നിന്നെ പോലുള്ള കുറെ അമ്മമാർ ഇവിടുന്ന് മാനേജിംഗ് കമ്മിറ്റിയിൽ നിന്നും ആണെങ്കിൽ അസോസിയേഷൻ എന്നും പറഞ്ഞുകൊണ്ട് ഇവിടുന്ന് പോയിട്ടുണ്ട്. എലക്റ്റഡ് ആയിട്ട് പോയല്ല. നീയൊക്കെ നിന്റെ സ്വാധീനം കൊണ്ടും നിന്റെയൊക്കെ പാവാട ചരടിന്റെ ബലം കൊണ്ടും നിന്റെയൊക്കെ ഇടുപ്പിന്റെ ബലം കൊണ്ടും പോയതാ. ഞാൻ വളരെ വ്യക്തമായിട്ട് നിന്റെയൊക്കെ ഇടുപ്പിന്റെ ബലം കൊണ്ട് പോയതാ. ദയവ് ചെയ്ത് നീയൊക്കെ ഈ സഭയെ ഇങ്ങനെ നാറ്റിക്കാതെ. ഈ സഭയ്ക്ക് വേണ്ടിയിട്ട് ത്യാഗം സഹിച്ച നിരവധി വ്യക്തികൾ ഇവിടെ ഉണ്ട്. ഇവിടെ ജയ് കാതോലിക്കോൾസ് വിളിച്ച നിരവധി വ്യക്തികളുണ്ട്. ഈ സഭയുടെ കൊടി എന്താണെന്നും ചിഹ്നം എന്താണെന്ന് അറിയാവുന്ന വ്യക്തികളുണ്ട്. അല്ലാതെ ഈ ഡോക്ടറുടെ സിമ്പൽ വെക്കുന്ന പോലെ നിന്റെ ഒന്നും ഇന്നോവയ്ക്കകത്ത് ഈ സിഗ്നൽ ഒട്ടിച്ചു വെച്ചാൽ, അല്ലെ ഈ സിമ്പൽ ഒട്ടിച്ചു വെച്ചാൽ നീയൊന്നും കാതോലിക്കയുടെ ആളാവില്ല. നാണം വേണോടാ, ഉളുപ്പ് വേണോടാ. 1 ലക്ഷം രൂപ കൊടുത്തിട്ട് ഇപ്പുറത്തോട്ട് നിന്ന് മാമാപ്പണിയല്ല ചെയ്യേണ്ടത്. നാണം കെട്ടവന്മാര്. എടാ നീയൊക്കെ തമിഴ്നാട് യാത്ര നടത്തുന്നുണ്ട്. എന്തിനാ നടത്തുന്നതെന്ന് ഒന്ന് വെളിപ്പെടുത്താമോ? നിന്റെയൊക്കെ വണ്ടികളിൽ എന്താണ് കൊണ്ടു നടക്കുന്നതെന്ന് നിനക്കൊന്ന് പറയാമോ? എടാ നാണം കെട്ടവന്മാരെ, ഇത്രയും നാണം കെട്ടവന്മാരെ. എടാ ജോ എന്ന് വിളിക്കുന്ന നാണം കെട്ടവനെ. നിന്റെ ഫേസ്ബുക്ക് പരിശോധിച്ചാൽ, നിന്റെ ഫേസ്ബുക്കിന്റെ ഓരോ പ്രൊഫൈലുകൾ പരിശോധിച്ചാൽ നിന്റെ സ്വഭാവ രീതി സവിശേഷത അതിനകത്ത് തന്നെ വ്യക്തമാണ്. പലർക്കും അത് മനസ്സിലായിട്ടില്ല. കാര്യം നിന്റെ സൗമ്യമായ പെരുമാറ്റവും നിന്റെ ഈ ഹണി ട്രാപ്പും കാരണം, അല്ലെങ്കിൽ നിന്റെ തേൻ പുരട്ടിയ വാക്കുകൾ കാരണം ആർക്കും മനസ്സിലായിട്ടില്ല. പക്ഷേ ഇപ്പോ ജനം മനസ്സിലാക്കി വരുന്നു. ഇപ്പൊ ഏറിയ പങ്കും ആളുകൾക്ക് മനസ്സിലായി നീ എത്രത്തോളം മോശപ്പെട്ടവനാണെന്ന്. ദാ വീണ്ടും ഞാൻ അതേ കുരിശടിയുടെ അവിടെ എത്തിയിരിക്കുകയാണ്. ആണ്ടെ സ്റ്റാർ അതുപോലെ കിടപ്പുണ്ട്. അവർ അഴിക്കാൻ വന്നു. എന്നെ കണ്ടുകൊണ്ട് എന്തായാലും അഴിച്ചില്ല. കാരണം ഇനിയിപ്പോൾ അഴിച്ചാലും അവന് നാണമില്ലാത്തവന്മാർ. അവന്മാരെല്ലാ കുരിശടിയിലും ഈ സ്റ്റാർ കിടപ്പുണ്ട്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഓർത്തഡോക്സ് സഭയുടെ അങ്ങോളം ഇങ്ങോളമുള്ള ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയുടെ ഏതെങ്കിലും പള്ളികളിൽ സ്റ്റാർ കിടപ്പുണ്ടോ എന്നുള്ളത് നിങ്ങൾ പരിശോധിക്കണം. എങ്ങുമില്ല. ഒന്ന് ആലോചിച്ച് നോക്കണം. ഈ ദേശത്ത് മറ്റു മതക്കാർ ഇവിടെ തിങ്ങി വസിക്കുന്ന ഒരു സ്ഥലമാണ്. എല്ലാവരും ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. എല്ലാവരും ഈ കാര്യം വീക്ഷിക്കുന്നുണ്ട്. എടാ നീ നല്ലവനാണ്, നീ മേന്മയുള്ളവനാണെന്നുണ്ടെങ്കിൽ നീ അത് തെളിയിക്കുക. നീ അഭിനയത്തിലൂടെ അല്ല നിന്റെ കാര്യങ്ങൾ നേടേണ്ടത്. നീ പറയുന്ന ത്രിലോകനാഥനൊന്നുമല്ല. നീ ഇത്ര അഭിനയവും നിന്റെ സാരസമായ സംസാരവും നിന്റെ ഈ തേമ്പുരട്ടിയ വാക്കുകളും കൊണ്ടല്ല നീ ജീവിക്കേണ്ടത്. എടാ പോയി പിച്ചെടുത്ത് ജീവിക്കടാ. ഭിക്ഷ എടുത്ത് ജീവിക്കടാ. നന്നായിട്ട് ജീവിക്കടാ. എന്തിനാടാ ഇങ്ങനെ ജീവിക്കുന്നത്? നാണം കെട്ടവന്മാരെ ഈ പറയിപ്പിക്കുന്നേ. എന്തിനാടാ ഇങ്ങനെ പറയിപ്പിക്കുന്നത്? നാണം കെട്ടവന്മാരെ. എടാ എടമൺ ജോസഫ്, നീ എന്തിനാടാ കുമ്പിടുന്നത്? നീ എന്തിനാടാ അവിടെ സ്ലീബായി ആരാധിക്കുന്നത്? നിനക്ക് സ്ലീബ് എന്താണെന്ന് അറിയാമോ? നിനക്ക് കുരിശ് എന്താണെന്ന് അറിയാമോ? കുരിശിന്റെ അർത്ഥം നിനക്കറിയാമോ? അറ്റ്ലീസ്റ്റ് നീ ദൈവം എന്തിനാണ് ഈ ഭൂമിയിലേക്ക് വന്നത്, അവൻ എന്ത് ത്യാഗത്തിന് വേണ്ടി, ആർക്ക് വേണ്ടിയാണ് ഇവിടെ ക്രൂശ് മരണം ഏറ്റതെന്നെങ്കിലും നിനക്കറിയാമോ? എടാ ദൈവം ഈ
ലോകത്തിന് നീയൊക്കെ കൊടുക്കുന്ന സന്ദേശം എന്താണ്? നീയൊക്കെ ഓരോ കുടുംബങ്ങളെ അനാഥമാക്കി, ഈ ഓരോ കുടുംബങ്ങളെ നശിപ്പിച്ച് ഓരോ കുടുംബങ്ങളുടെ അവസ്ഥ മോശമാക്കി കൊണ്ടിരിക്കുകയാണ് ഓരോ നിമിഷവും. നിന്നെ ഒന്നും തിരിച്ചറിയാതെ പോകുന്നത് എവന്റെയൊക്കെ കണ്ണിൽ അന്ധത കാരണമാണ്. ഗുരു സിനിമയെ പറയുന്ന പോലെ എലാമപ്പഴമല്ല അവന്മാർ കഴിച്ചേക്കുന്നത്, അവന്മാർ വേറെന്തോ കഴിച്ചേക്കുന്നത്. യവന്മാർക്ക് അന്ധത ബാധിച്ചിരിക്കുകയാണ്. യവന്മാരുടെ അന്ധത മാറ്റാൻ എന്നെ കൊണ്ട് സാധിക്കില്ല. എന്നാലും ഒരാളുടെയെങ്കിലും അന്ധത മാറ്റാൻ, കുരുടന്റെ അന്ധത മാറ്റാൻ എന്നെ കൊണ്ട് സാധിച്ചാൽ എനിക്ക് ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ ഈ ലൈവിൽ വന്നത്. കാര്യം എനിക്ക് അത്രയും വിഷമമുണ്ട്, അത്രയും മാനസികമായ ഒരു സങ്കടമുണ്ട്. കാര്യം ഞാൻ ജനിച്ചു വളർന്ന നാടാണ്, എന്റെ സ്വന്തം നാടാണ്. ഈ നാട്ടിൽ നടക്കുന്ന അനീതിക്കെതിരെ ഞാൻ അല്ലെങ്കിൽ പിന്നെ ആരാ ശബ്ദിക്കുക? ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകനല്ല, ഞാനൊരു സാമൂഹ്യ പ്രവർത്തകനല്ല, ഞാനൊരു പ്രതിബദ്ധതയുള്ള ഒരു യുവാവാണ്. ഞാൻ ഈ നിമിഷം നിങ്ങളോട് സംസാരിക്കുമ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എന്റെ സഹോദരങ്ങൾ ഒന്ന് മനസ്സിലാക്കണം. ഇവിടെ നടക്കുന്ന അനീതിക്കെതിരെയാണ് ഞാൻ പോരാടുന്നത്. ഇത് കുറഞ്ഞ പക്ഷം ഒരു 10 പേരിലെങ്കിലും എത്തിയാൽ അതിന്റെ സംതൃപ്തി എനിക്കുണ്ട്. ഇനി ഇത് നിങ്ങൾ സഭാ മേലധ്യക്ഷന്മാരുടെ അടുത്ത് എത്തിക്കണം. ഈ പറയുന്ന ജോ എന്ന് വിളിക്കുന്നവൻ അമ്പലമുക്കില് ആ വീട്ടിലിരുന്ന് എന്താണ് ഈ രാത്രി 8 മണിക്ക് ചെയ്യുന്നത്? അവൻ എന്താണ് അവിടെ കാര്യം? ഇത് തന്നെയാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അവൻ ഇതുപോലെ രാത്രി 8 മണിക്കും 10 മണിക്കും അവൻ രാത്രി ഇറങ്ങി നടക്കുന്നവനാണ്. ഇതിനു മുമ്പും എവന്റെ ആളുകൾ പറഞ്ഞിട്ടുണ്ട്, എവനെ 4 മണിക്കും 5 മണിക്കും പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട്. എവനെ 4 മണിക്കും 5 മണിക്കും കാണാം. എവനെന്താ ബാറ്റ്മാനാ? അതോ എവനെന്താ വവ്വാല? ദയവ് ചെയ്ത് എവനെ പോലുള്ളവന്മാരെ, ഞാനൊക്കെ സത്യം പറഞ്ഞ രാത്രി കിടന്ന് ഉറങ്ങുക ചെയ്യുന്നത്. പിന്നെ വല്ല എയർപോർട്ട് ഓട്ടോ ഒക്കെ വരുവാന്നുണ്ടെങ്കിൽ ചിലപ്പം എന്റെ ബന്ധുക്കളെയോ അല്ലെങ്കിൽ ചിലപ്പോൾ എന്റെ സഹോദരങ്ങളെ വിളിക്കാൻ ഞാൻ ചിലപ്പോൾ പോകാറുണ്ട്. അല്ലാതെ എനിക്ക് വെളുപ്പിന് എണ്ണിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നാലും വെളുപ്പിന് എണ്ണിച്ചാലും കുഴപ്പമില്ല. ഈ 3 മണിക്ക് 2 മണിക്ക് എവനൊക്കെ എന്താ പരിപാടിയെന്ന് നിങ്ങൾ പോയി അന്വേഷിക്കുക. മോഹൻലാലിന്റെ ഒടിയൻ സിനിമ പൊട്ടിയതിനെക്കാട്ടി വലിയ വേഗത്തിൽ നീയൊക്കെ പൊട്ടാൻ പോവുക. ദയവ് ചെയ്ത് നിന്റെ ഈ ഓടിപ്പരിപാടി നിർത്തിക്കും. ദയവ് ചെയ്ത് ഇത് ഞാൻ നിങ്ങൾക്ക് തെളിവ് സഹിതം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇനിയിപ്പം ഞാൻ ഇറങ്ങിയേ പറ്റൂ. കാര്യം എന്താന്ന് പറഞ്ഞാൽ ഇവിടുന്ന് നീതി കിട്ടുന്നില്ല. നീതി ഞാൻ മേടിച്ചിരിക്കും. ഞാൻ കോടതി വ്യവഹാരത്തിലൂടെ ആണെങ്കിൽ നീതി മേടിച്ചിരിക്കും. ദയവ് ചെയ്ത് ഞാൻ പറയാം, ഈ 40-50 മുമ്പ് നീയൊക്കെ നോക്കാതിരിക്കുക. ദയവ് ചെയ്ത് നീയൊക്കെ ഈ പള്ളിയെ നശിപ്പിക്കാതിരിക്കുക. ഈ പള്ളി നിനക്കൊന്നും കയറി മെഴുകാനുള്ള സ്ഥലമല്ല. ഞാൻ ഒരിക്കൽ പറഞ്ഞ പോലെ നിന്റെ ഒന്നും ചിൽഡ്രൻസ് പാർക്ക് അല്ല, നിന്റെ ഒന്നും ജിംനേഷ്യം അല്ല, നിന്റെ ഒന്നും പ്ലേ ഗ്രൗണ്ട് അല്ല, നിന്റെ ഒന്നും സ്വിമ്മിംഗ് പൂൾ അല്ല. ദയവ് ചെയ്ത് ഇതൊക്കെ ഉപേക്ഷിക്കുക. നിനക്ക് വേറെ എവിടെങ്കിലും പോയി ചക്കിലാട്ടുണ്ടെങ്കിൽ വേറെ എവിടെങ്കിലും പോയി ആട്ട്. ദയവ് ചെയ്ത് ഇവിടെ ഇത് പ്രദർശിപ്പിക്കല്ലേ. ഞാൻ പറഞ്ഞത് എന്റെ ദേവാലയത്തിൽ ഞാൻ ജനിച്ചു വളർന്ന, ഞാൻ മാമോയിസം മുങ്ങിയ, എന്റെ പിതാക്കന്മാർ അന്തി ഉറങ്ങുന്ന എന്റെ ദേവാലയത്തെ നശിപ്പിക്കരുത് എന്ന് ഞാൻ നിന്നോടൊക്കെ ഉറക്കെ പറയുന്നു. ഇനി നശിപ്പിക്കാൻ നീയൊക്കെ തുനിഞ്ഞിറങ്ങിയ ഞാൻ മരിച്ചാലും ഇവിടെ ഒരു പറ്റം ജനങ്ങൾ നിന്റെയൊക്കെ ദേഹത്ത് കൈവയ്ക്കും. അതെനിക്ക് ഉറപ്പാ. കാര്യം ഞാൻ ബാക്കിയാക്കി വെക്കുന്നത് ആരെങ്കിലും പൂർത്തീകരിക്കും. അതെനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ സമരങ്ങൾക്ക് മുന്നിട്ട് നിൽക്കുന്നത്, ഞാൻ ഈ പോരാട്ടങ്ങൾക്ക് മുന്നിട്ട് നിൽക്കുന്നത്, ഞാൻ ഈ സമരങ്ങളുടെ മുന്നണി തന്നെ കാണും. നീയൊക്കെ ഇനി ആരെ കൊണ്ടുവന്നാലും, എന്നെ കൊല്ലാൻ ശ്രമിച്ചാലും, എന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാലും ഒന്നും നടക്കത്തില്ല. ജോമോനെ നിന്റെ ജോമോൻ എന്ന് വിളിക്കുന്നത് അവന്റെ ഷോർട്ട് നെയിമാണ്. അവന്റെ ഒറിജിനൽ പേര് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അത്ര മ്ലേച്ഛനാണ് അവൻ. എന്നെ ഇല്ലാണ്ടാക്കാൻ നോക്കിയവനാ. എനിക്ക് നാണക്കേടാ. നാശം പിടിച്ചവന്റെ ഈ ഗതി പിടിക്കാതെ പോട്ടറാ നീ ദയവ് ചെയ്ത് നീ ഇപ്പോഴെങ്കിലും തിരുത്തുമെന്ന് ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചു. നീ തിരുത്താൻ തയ്യാറല്ല. നീ 2025 തിരുത്താൻ തയ്യാറല്ല. നേടാ നിന്റെ പഴയ ഫോട്ടോകൾ മൊത്തം എന്റെ കയ്യിലുണ്ട്. ഇതൊക്കെ പരിശോധിച്ചാൽ തന്നെ മനസ്സിലാവും നിന്റെ യഥാർത്ഥ സ്വഭാവം എന്താണ്, നിന്റെ ഉള്ളിലെ പുണ്ണത്തരം എന്താണ്, നിന്റെ ഭ്രഷ്ട് സ്വഭാവം എന്താണ്, നിന്റെ കൂടെയുള്ള വ്യക്തികളുടെ സ്വഭാവം എന്താണ്, നിന്റെ കൂടെയുള്ള ഓരോ വ്യക്തികളുടെയും, നിന്റെ കൂടെ ഇന്ന് ഈ ഭരണസമിതിയിലിരിക്കുന്ന നിങ്ങൾക്ക് പരിശോധിക്കാം ഓരോ വ്യക്തികളെ. ഞാൻ പേരെടുത്ത് പറയുന്നില്ല. JCB മുതലാളി തൊട്ട് വളരെ മോശപ്പെട്ട വ്യക്തികളുണ്ട്, വളരെ മോശപ്പെട്ട. അവനൊക്കെ കള്ളും കഞ്ചാവും ലഹരിയുടെ അടിമകളാണ്. ഞാൻ വെറുതെ ഒരു ആക്ഷേപം ഉന്നയിക്കില്ല. അവന്മാര് ലഹരിയുടെ അടിമകളാണെന്നുള്ളത്. അവന്മാര് മദ്യത്തിന് എന്തായാലും അവന്മാര് മദ്യം ഉപയോഗിക്കത്തില്ലെന്ന് പറയത്തില്ല. അവന്മാര് ലഹരി ഉപയോഗിച്ച് മദ്യം ഉപയോഗിക്കുന്നില്ല പറയത്തില്ല. അവന്മാരെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. യവന്മാരാണ് ഈ വിശുദ്ധ ദേവാലയത്തെ അല്ലെങ്കിൽ ഇതിന്റെ വിശുദ്ധത കളഞ്ഞു കുളിക്കുന്നത്. ദയവ് ചെയ്ത് എന്റെ സുഹൃത്തുക്കൾ ക്ഷമിക്കുക. ഞാൻ തെളിവ് സഹിതം വീണ്ടും വരും. എന്നെ കൊല്ലാൻ ശ്രമിച്ചാലും കുഴപ്പമില്ല. അഥവാ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു 10 പേരെങ്കിലും എന്റെ ശവശരീരം കാണാൻ വരണം. യവന്മാരെ അടിപ്പിക്കരുത്. യവന്മാരെ എന്റെ മൃതദേഹത്തിൽ കൈകൊണ്ട് പോലും തൊടിപ്പിക്കരുത്. ഞാൻ ദയവ് ചെയ്ത് പറയാം, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഇതിൽ സാജൻ ഉൾപ്പെടെ എന്റെ സഹോദരങ്ങൾ, എനിക്ക് ഒരുപാട് പേരെ എനിക്ക് പേരെടുത്ത് പറയാൻ പറ്റുന്നില്ല. പക്ഷെ ഞാൻ നിങ്ങളോട് പറയുക, എന്റെ ശവസംസ്കാരം നിങ്ങൾ പൊതുശ്മശാനത്തിലോ നിങ്ങൾ അല്ലെങ്കിൽ എന്റെ ബോഡി നിങ്ങൾ മെഡിക്കൽ കോളേജിനെ കൊടുത്തുള്ള എനിക്ക് കുഴപ്പമില്ല. പക്ഷേ എനിക്ക് ഈ നാറിയോന്മാരുടെ കൂടെ
സഹവസിക്കാൻ എനിക്ക് താല്പര്യമില്ല. യവന്മാരുടെ കൊള്ള സംഘത്തിന്റെ കൂടെ കൂട്ടുനിൽക്കാൻ എനിക്ക് താല്പര്യമില്ല. യവന്മാരുടെ നീച പ്രവർത്തികളോട് കൂട്ടിക്കാൻ എനിക്ക് താല്പര്യമില്ല. യവന്മാർ ശുദ്ധമായി 170 വീട്ടുകാരെയും പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ പൈസ കൊണ്ട് യവന്മാര് ദൂർത്തടിക്കുകയും യവന്മാര് മോശപ്പെട്ട പ്രവർത്തികളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇത് അനുവദിക്കരുത്. നിങ്ങൾക്ക് കുഴപ്പമില്ല, നാണോ മാനോ ഇല്ലെങ്കിൽ നിങ്ങൾ ഇത് അനുവദിച്ചു കൊടുത്തോളുക, കുഴപ്പമില്ല. അതിനുള്ള അനുഭവങ്ങൾ നിങ്ങൾ അനുഭവിച്ചോളും. എനിക്ക് പ്രശ്നമല്ല, ധൈര്യമായിട്ടിരിക്കുക. കാര്യം ദൈവം തമ്പുരാൻ എന്റെ കൂടെ ഉണ്ട്. ഞാൻ വളരെ വളരെ ശക്തിയായിട്ട് പറയാം, നോമ്പും പ്രാർത്ഥനയും എന്ന് പറയുന്നത് 4 നേരം അല്ല 7 നേരം യാമപ്രാർത്ഥന നടത്തിയ കുമ്പിടിയോ ഒന്നുമല്ല. നല്ലതും നല്ല കാര്യങ്ങൾ, ഒരു നല്ല കാര്യങ്ങൾ ഒരു ദിവസം ചെയ്തിട്ട് നീ ദുഷ്പ്രവൃത്തി ചെയ്തോ. പക്ഷെ ഒന്നും ചെയ്യാതെ തുടർച്ചയായ ദുഷ്പ്രവൃത്തികൾ ചെയ്യുന്ന നിന്റെയൊക്കെ ദുഷ്ടത്തരങ്ങളെ ഞാൻ ഇനിയും വന്ന് ഇവിടെ ഉറക്കെ വിളിച്ചു പറയും. വെച്ചിട്ട് പോടാ, കളഞ്ഞിട്ട് പോടാ പൊന്നു മോനെ. നിന്റെ ഈ നാറിയ ഈ സ്വഭാവം, നിന്റെ ഈ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ സ്വഭാവം, ഈ പറഞ്ഞ നീ എന്റെ കുഞ്ഞിനെ ദുഷിച്ചവനാ നീ. എന്നിട്ട് എന്റെ കുഞ്ഞിനെ ദുഷിച്ചു എന്ന് പറഞ്ഞത് നാട്ടുകാർ ദുഷിച്ചവനാ നിന്റെ സുഹൃത്ത്. എന്നിട്ട് ഞാൻ പറയുന്നില്ല, ദയവേത് എന്നോട് ക്ഷമിക്കണം, ദയവേത് ക്ഷമിക്കണം. ഇവനെ പോലുള്ള കീടങ്ങളെ എനിക്ക് ഇനി ഒന്നും പറയാനില്ല. എന്റെ വാക്കുകൾ ചിലപ്പം അപ്രസക്തമായിപ്പോ, അൺപാർലമെന്ററി ആയിപ്പോ, ദയവേത് എന്നോട് ക്ഷമിക്കുക. എനിക്ക് മടുത്തു തുടങ്ങിയിരിക്കുന്നു ഈ ദേശത്തിൽ ഈ നികൃഷ്ട ജീവികളുടെ സാമീപ്യം പോലും നമുക്ക് ദോഷം ചെയ്യും. നമസ്കാരം.